ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് തുളസീദാസ് പരമേശ്വരൻ. പ്രധാന വാർത്തകൾ. വികസിത ഭാരതത്തിലേക്കുള്ള രാജ്യത്തിന്റെ സുപ്രധാന ചുവടുവയ്പ്പാണ് മുംബൈയിലെ അടൽ സേതു പാലമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 2 മാസത്തിനകം രാജ്യത്ത് 1000 ഖേലോ ഇന്ത്യ കേന്ദ്രങ്ങൾ സ്ഥാപിക്കുമെന്ന് കേന്ദ്രമന്ത്രി അനുരാഗ് സിംഗ് ഠാക്കൂർ. 2023-ൽ ചരക്കു സേവന മേഖലയിൽ ഇന്ത്യ US ഉഭയകക്ഷി വ്യാപാരത്തിൽ വൻ മുന്നേറ്റം ഉണ്ടായതായി 14ാമത് ഇന്ത്യ US ട്രേഡ് പോളിസി ഫോറം. കേന്ദ്ര സർക്കാരിന്റെ ക്ഷേമ പദ്ധതികൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്ന വികസിത് ഭാരത് സങ്കല്പയാത്ര സംസ്ഥാനത്ത് പര്യടനം തുടരുന്നു. ഏഷ്യൻ കപ്പ് ഫുട്ബോളിൽ ഇന്ന് ഇന്ത്യ ഓസ്ട്രേലിയയെ നേരിടും. വാർത്തകൾ വിശദമായി. വികസിത ഭാരതത്തിലേക്കുള്ള രാജ്യത്തിന്റെ സുപ്രധാന ചുവടുവയ്പ്പാണ് മുംബൈയിലെ അടൽ സേതു പാലമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്ത്യയുടെ അടിസ്ഥാന സൌകര്യ വികസനത്തിൽ അടിവരയിടാവുന്ന നേട്ടമാണിതെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. രാജ്യത്തെ ഏറ്റവും നീളം കൂടിയ കടൽപ്പാലം രാഷ്ട്രത്തിന് സമർപ്പിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വികസിത ഭാരതത്തിന്റെ ചരിത്രത്തിൽ ഈ ദിനം രേഖപ്പെടുത്തുമെന്നും നവി മുംബൈയിൽ നടന്ന ഉദ്ഘാടന ചടങ്ങിൽ പ്രധാനമന്ത്രി പറഞ്ഞു. 22 കിലോമീറ്റർ നീളമുള്ള പാലത്തിന് 2016ലാണ് തറക്കല്ലിട്ടത്. 17,840 കോടിയിലധികം രൂപ ചെലവിലാണ് ദക്ഷിണ മുംബൈയെ നവി മുംബൈയുമായി ബന്ധിപ്പിക്കുന്ന പാലം നിർമ്മിച്ചിരിക്കുന്നത്. മഹാരാഷ്ട്രയിൽ 30,500 കോടി രൂപയുടെ വികസന പദ്ധതികളുടെ ഉദ്ഘാടനവും തറക്കല്ലിടലും പ്രധാനമന്ത്രി നിർവഹിച്ചു. നവി മുംബൈയിൽ നടന്ന പൊതുപരിപാടിയിൽ 12,700 കോടി രൂപയുടെ വികസന പദ്ധതികളുടെ ഉദ്ഘാടനമാണ് അദ്ദേഹം നിർവഹിച്ചത്. ലോകത്തിലെ 5ാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥയായും 3ാമത്തെ വലിയ സ്റ്റാർട്ടപ്പ് കേന്ദ്രമായും ഭാരതം മാറിയതിനു പിന്നിൽ രാജ്യത്തിന്റെ യുവശക്തി വഹിച്ച പങ്ക് സുപ്രധാനമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 27ാമത് ദേശീയ യുവജനോത്സവം മഹാരാഷ്ട്രയിലെ നാസിക്കിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. രാജ്യത്തിന്റെ ഭാവി യുവജനങ്ങളിൽ ആണെന്നതാണ് സ്വാമി വിവേകാനന്ദനും ശ്രീ അരബിന്ദോയും വിശ്വസിച്ചിരുന്നതെന്ന് ശ്രീ മോദി പറഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി 3ാമതും ഭരണത്തിലെത്തുന്നതോടെ രാജ്യം ലോകത്തെ മികച്ച 3 സമ്പദ് വ്യവസ്ഥകളിൽ ഒന്നായി മാറുമെന്ന് ആത്മവിശ്വാസം പ്രകടിപ്പിച്ച് കേന്ദ്രമന്ത്രി അമിത് ഷാ. ഗുജറാത്തിലെ ഗാന്ധിനഗറിൽ 10ാമത് വൈബ്രന്റ് ഗുജറാത്ത് ആഗോള ഉച്ചകോടിയുടെ 10ാം പതിപ്പിന്റെ സമാപന സമ്മേളനത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. 2047ഓടെ വികസന രാഷ്ട്രമായി മാറാനാണ് ഇന്ത്യ ലക്ഷ്യമിടുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. അടുത്ത 2 മാസത്തിനുള്ളിൽ ഖേലോ ഇന്ത്യ പദ്ധതിക്ക് കീഴിൽ രാജ്യത്തുടനീളം 1000 ഖേലോ ഇന്ത്യ കേന്ദ്രങ്ങൾ സ്ഥാപിക്കുമെന്ന് കേന്ദ്ര യുവജനകാര്യ കായിക മന്ത്രി അനുരാഗ് സിംഗ് ഠാക്കൂർ അറിയിച്ചു. ഖസ്തർ ക്രീഡാ മഹോത്സവത്തിന്റെ 6ാമത് എഡിഷൻ നാഗ്പൂരിലെ യശ്വന്ത് സ്റ്റേഡിയത്തിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി ചടങ്ങിൽ പങ്കെടുത്തു. കായിക മേഖലയ്ക്കുള്ള ബജറ്റ് വിഹിതം കേന്ദ്ര സർക്കാർ 800 കോടിയിൽ നിന്ന് 3200 കോടി രൂപയായി ഉയർത്തിയതായും ശ്രീ അനുരാഗ് സിംഗ് ഠാക്കൂർ പറഞ്ഞു. മഹാരാഷ്ട്രയിലെ പരമ്പരാഗത കായിക വിനോദമായ മല്ലഖമ്പയും രാജ്യത്തെ മറ്റു പരമ്പരാഗത കായിക ഇനങ്ങളും ദേശീയ ഖേലോ ഇന്ത്യ ഗെയിംസിന്റെ ഭാഗമാക്കിയിട്ടുണ്ടെന്നും ഇവയെ അന്താരാഷ്ട്ര തലത്തിൽ എത്തിക്കാനും ഒളിമ്പിക്സിൽ ഉൾപ്പെടുത്താനും ശ്രമിക്കുമെന്നും ശ്രീ ഠാക്കൂർ പറഞ്ഞു. ന്യൂഡൽഹിയിൽ നടന്ന 14ാമത് ഇന്ത്യ US ട്രേഡ് പോളിസി ഫോറം യോഗത്തിൽ വ്യാപാര നിക്ഷേപ ബന്ധങ്ങൾ കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനുള്ള മാർഗ്ഗങ്ങൾ സംബന്ധിച്ച് ഇന്ത്യയും അമേരിക്കയും ചർച്ച ചെയ്തു. കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയലിന്റെയും US വ്യാപാര പ്രതിനിധി കാതറിൻ തായിയുടെയും സംയുക്ത അധ്യക്ഷതയിലാണ് യോഗം നടന്നത്. ആഗോള വ്യാപാര അന്തരീക്ഷം വെല്ലുവിളി നേരിടുന്ന സാഹചര്യത്തിലും 2023ൽ ചരക്കു സേവന മേഖലയിലുള്ള ഇന്ത്യ US ഉഭയകക്ഷി വ്യാപാരത്തിൽ ശക്തമായ മുന്നേറ്റം ഉണ്ടായതായും വ്യാപാരം $200 ബില്യൺ കവിഞ്ഞതായും ഇരു രാജ്യങ്ങളും വിലയിരുത്തി. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി വ്യാപാരം വർദ്ധിപ്പിക്കുകയും വൈവിധ്യവൽക്കരിക്കുകയും ചെയ്യുന്നത് തുടരുക എന്ന ലക്ഷ്യത്തോടെ സഹകരണം മെച്ചപ്പെടുത്താനുള്ള താൽപര്യവും യോഗം പ്രകടിപ്പിച്ചു. ഇന്ത്യ സന്ദർശിക്കുന്ന ഫ്രഞ്ച് പ്രസിഡന്റിന്റെ നയതന്ത്ര ഉപദേഷ്ടാവ് ഇമാനുവൽ ബോൺ കഴിഞ്ഞ ദിവസം ന്യൂഡൽഹിയിൽ വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കറുമായി കൂടിക്കാഴ്ച നടത്തി. വിവിധ വിഷയങ്ങളിലെ ഇന്ത്യ ഫ്രാൻസ് സംയുക്ത പ്രവർത്തനങ്ങളെക്കുറിച്ചും ആഗോളതലത്തിലുള്ള സംഭവ വികാസങ്ങളെയും ആശങ്കകളെയും കുറിച്ചും അദ്ദേഹം കാഴ്ചപ്പാടുകൾ പങ്കുവച്ചതായി ഡോക്ടർ എസ് ജയശങ്കർ സാമൂഹ്യമാധ്യമത്തിൽ പറഞ്ഞു. 2024ലെ റിപ്പബ്ലിക് ദിനത്തിൽ പങ്കെടുക്കുന്നതിനായുള്ള ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മാക്രോണിന്റെ ഇന്ത്യാ സന്ദർശനത്തെ താൻ ഉറ്റുനോക്കുന്നതായി വിദേശകാര്യമന്ത്രി പറഞ്ഞു. ഇമാനുവൽ ബോൺ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലുമായും കൂടിക്കാഴ്ച നടത്തി.
രാജ്യത്ത് ലോഹ്രി, മകരസംക്രാന്തി, മാഘ് ബിഹു, പൊങ്കൽ എന്നിവ ആചരിക്കുന്ന ഇന്ത്യയിലും വിദേശത്തുമായി താമസിക്കുന്ന എല്ലാ വിശ്വാസികൾക്കും രാഷ്ട്രപതി ദ്രൌപദി മുർമു ആശംസകൾ നേർന്നു. ഈ ഉത്സവങ്ങൾ രാജ്യത്തിന്റെ സാംസ്കാരിക പൈതൃകത്തിന്റെ നേരടയാളങ്ങളാണെന്നും നാനാത്വത്തിൽ ഏകത്വത്തിന്റെ പ്രതീകങ്ങളാണെന്നും രാഷ്ട്രപതി ഒരു സന്ദേശത്തിൽ പറഞ്ഞു. രാജ്യത്തുടനീളം വ്യത്യസ്ത നിലകളിൽ ആഘോഷിക്കുന്ന ഈ ഉത്സവങ്ങൾ സാമൂഹിക സൌഹാർദ്ദവും ഐക്യവും സാഹോദര്യവും ഊട്ടിയുറപ്പിക്കുന്നതായി രാഷ്ട്രപതി പറഞ്ഞു. ഇന്ത്യയുടെ നവോത്ഥാനത്തിന് തുടക്കം കുറിച്ചത് സ്വാമി വിവേകാനന്ദനായിരുന്നുവെന്ന് കേന്ദ്ര സഹമന്ത്രി വി മുരളീധരൻ. വിദേശികൾ വർഷങ്ങളായി രാജ്യം കൈയടക്കി ഭരിച്ചപ്പോൾ അവരുടെ ആദർശവും സംസ്കാരവുമെല്ലാം നമ്മെ സ്വാധീനിച്ചുവെന്നും അതിൽ നിന്നും മാറ്റം വരുത്തിയത് വിവേകാനന്ദനാണെന്നും ശ്രീ മുരളീധരൻ പറഞ്ഞു. പത്തനംതിട്ടയിലെ തിരുവല്ലയിൽ ദേശീയ യുവജന ദിനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കേന്ദ്ര സർക്കാരിന്റെ വിവിധ ക്ഷേമ പദ്ധതികൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിനുള്ള വികസിത് ഭാരത് സങ്കല്പ യാത്ര കേരളത്തിലെ വിവിധ ജില്ലകളിൽ പുരോഗമിക്കുന്നു. തിരുവനന്തപുരത്തും എറണാകുളത്തും നഗര ഗ്രാമ മേഖലകളിൽ ഇന്നലെ പര്യടനം നടന്നു. കൊല്ലം, കോട്ടയം, കോഴിക്കോട്, തൃശൂർ ജില്ലകളിലും ഇന്നലെ യാത്രയുടെ ഭാഗമായി വിവിധ പരിപാടികൾ നടന്നു. കണ്ണൂർ ജില്ലയിലെ ഗ്രാമങ്ങളിലൂടെയുള്ള പര്യടനം ഇന്നലെ പൂർത്തിയായി. ജനുവരി 22-ന് നടക്കുന്ന രാമക്ഷേത്ര ഉദ്ഘാടന ചടങ്ങിനുള്ള ഒരുക്കങ്ങൾ അവസാന ഘട്ടത്തിൽ. ഇതിനായുള്ള വിവിധ സാംസ്കാരിക പരിപാടികൾ, പരമ്പരാഗത നാടോടി കലകൾ, ആത്മീയ പരിപാടികൾ എന്നിവ സംഘടിപ്പിച്ചിട്ടുണ്ട്. ജനുവരി 16 മുതൽ ജനുവരി 20 വരെ ഇന്ത്യയിൽ നിന്നും വിദേശത്തു നിന്നുമുള്ള വിവിധ രാമലീലകളും അരങ്ങേറും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടുതൽ വാർത്തകൾക്കായി ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും @ARnews_TVM എന്ന എക്സ് ഹാൻഡിലും സന്ദർശിക്കാം. ഏഷ്യൻ കപ്പ് ഫുട്ബോളിൽ ഇന്ന് ഇന്ത്യ ഓസ്ട്രേലിയയെ നേരിടും. വൈകിട്ട് 5 മണിക്കാണ് മത്സരം. ഖത്തറിൽ ഇന്നലെ നടന്ന ഉദ്ഘാടന മത്സരത്തിൽ നിലവിലെ ചാമ്പ്യന്മാരായ ഖത്തർ ലബനനെ എതിരില്ലാത്ത 3 ഗോളുകൾക്ക് തോൽപ്പിച്ചു. ഫെബ്രുവരി 10 വരെ നടക്കുന്ന ടൂർണമെന്റിൽ 24 ടീമുകൾ മാറ്റുരയ്ക്കും. ഓസ്ട്രേലിയയിലെ അഡ്ലെയ്ഡിൽ നടക്കുന്ന അഡ്ലെയ്ഡ് ഇന്റർനാഷണൽ ടെന്നീസ് ടൂർണമെന്റിന്റെ പുരുഷ വിഭാഗം ഡബിൾസിൽ ഇന്ത്യൻ താരം രോഹൻ ബൊപ്പണ്ണയും ഓസ്ട്രേലിയൻ പങ്കാളി മാത്യു എബ്ഡനും ഫൈനലിൽ കടന്നു. ഇന്ന് നടക്കുന്ന ഫൈനലിൽ രാജീവ് റാം, ജോ സാലിസ്ബറി സഖ്യത്തെ ബൊപ്പണ്ണ എബ്ഡൻ സഖ്യം നേരിടും. ഇംഗ്ലണ്ടിനെതിരെ ഈ മാസം 25-ന് ആരംഭിക്കുന്ന ക്രിക്കറ്റ് ടെസ്റ്റ് പരമ്പരയിലെ ആദ്യ 2 മത്സരങ്ങൾക്കുള്ള 16-അംഗ ടീമിനെ BCCI പ്രഖ്യാപിച്ചു. രോഹിത് ശർമ്മ നയിക്കുന്ന ടീമിന്റെ വൈസ് ക്യാപ്റ്റൻ ജസ്പ്രീത് ബുംറയാണ്. ഉത്തർപ്രദേശിൽ നിന്നുള്ള വിക്കറ്റ് കീപ്പർ ബാറ്ററായ ധ്രുവ് ജുറൽ ആണ് ടീമിലെ പുതുമുഖം. ഹൈദരാബാദിലെ രാജീവ് ഗാന്ധി രാജ്യാന്തര സ്റ്റേഡിയത്തിലാണ് ആദ്യ ടെസ്റ്റ്. മകരപ്പൊങ്കൽ പ്രമാണിച്ച് തിങ്കളാഴ്ച കേരളത്തിലെ 6 ജില്ലകൾക്ക് അവധി പ്രഖ്യാപിച്ചു. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ഇടുക്കി, പാലക്കാട്, വയനാട് എന്നീ ജില്ലകൾക്കാണ് അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത്. തമിഴ്നാടിനോട് ചേർന്നുള്ള ജില്ലകൾക്കാണ് അവധി. കേന്ദ്ര സാഹിത്യ അക്കാദമി യുവ പുരസ്കാരം അക്കാദമി അധ്യക്ഷൻ മാധവ് കൌശിക് എഴുത്തുകാർക്ക് സമ്മാനിച്ചു. ഇന്നലെ കൊൽക്കത്തയിലെ സദൻ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ ബംഗാളി, ഹിന്ദി, ഒഡിയ, സന്താലി, സംസ്കൃതം, കശ്മീരി, ഇംഗ്ലീഷ് തുടങ്ങി 23 ഭാഷകളിൽ നിന്നുള്ള യുവ സാഹിത്യകാരന്മാരെ ആദരിച്ചു. സാംസ്കാരിക മന്ത്രാലയമാണ് പരിപാടി സംഘടിപ്പിച്ചത്. MG വാസുദേവൻ നായർ നടത്തിയ പരാമർശം ചിലർക്ക് തന്നെക്കുറിച്ചാണ് പറഞ്ഞതെന്ന് തോന്നിയത് സ്വാഭാവികമെന്ന് കേന്ദ്ര സഹമന്ത്രി വി മുരളീധരൻ. സാഹിത്യകാരന്മാരാണെന്ന് അവകാശപ്പെടുന്നവർ സ്തുതിപാഠകരായി മാറിയപ്പോൾ MDയെപ്പോലെ ഒരാൾ അത്തരം പരാമർശം നടത്തിയത് ജനങ്ങൾ സന്തോഷത്തോടെയാണ് കാണുന്നത്. എന്നാൽ ഇതൊന്നും മുഖ്യമന്ത്രിയിൽ മാറ്റം വരുത്തുമെന്ന് തോന്നുന്നില്ലെന്നും ശ്രീ വി മുരളീധരൻ കോട്ടയത്ത് പറഞ്ഞു. നിയന്ത്രണ മാനദണ്ഡങ്ങൾ ലംഘിച്ചതിന് ധനലക്ഷ്മി ബാങ്ക്, പഞ്ചാബ് ആന്റ് സിന്ധ് ബാങ്ക് എന്നിവ ഉൾപ്പെടെ 3 ബാങ്കുകൾക്ക് റിസർവ് ബാങ്ക് ആകെ 2.49 കോടി രൂപയുടെ പിഴ ചുമത്തി. ധനലക്ഷ്മി ബാങ്കിന് 1.20 കോടിയും പഞ്ചാബ് ആന്റ് സിന്ധ് ബാങ്കിന് 1 കോടിയും സ്മാൾ ഫിനാൻസ് ബാങ്കിന് 29.55 ലക്ഷം രൂപയുമാണ് പിഴ ചുമത്തിയത്. നിയന്ത്രണ മാനദണ്ഡങ്ങൾ പാലിക്കുന്നതിലെ പോരായ്മകളെ അടിസ്ഥാനമാക്കിയാണ് പിഴകൾ നൽകുന്നതെന്ന് RBI വ്യക്തമാക്കി. രാജ്യത്തെ ഗോത്രവർഗ്ഗ വിഭാഗങ്ങളുടെ ഉന്നമനം ലക്ഷ്യമിട്ടുള്ള കേന്ദ്ര സർക്കാരിന്റെ പുതിയ പദ്ധതിയായ പ്രധാനമന്ത്രി ജനജാതി ആദിവാസി ന്യായ മഹാ അഭിയാന്റെ പ്രാരംഭ കണക്കെടുപ്പ് തുടങ്ങി. 75 ഗോത്രവിഭാഗങ്ങളുടെ സാമൂഹിക സാമ്പത്തിക സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തുവാനുള്ള പ്രത്യേക ദൌത്യമായാണ് പദ്ധതി നടപ്പാക്കുന്നത്. കേരളം ഉൾപ്പെടെ 18 സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശമായ ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിലുമാണ് പദ്ധതി നടപ്പാക്കുന്നത്. പ്രധാന വാർത്തകൾ വീണ്ടും. വികസിത ഭാരതത്തിലേക്കുള്ള രാജ്യത്തിന്റെ സുപ്രധാന ചുവടുവയ്പ്പാണ് മുംബൈയിലെ അടൽ സേതു പാലമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 2 മാസത്തിനകം രാജ്യത്ത് 1000 ഖേലോ ഇന്ത്യ കേന്ദ്രങ്ങൾ സ്ഥാപിക്കുമെന്ന് കേന്ദ്രമന്ത്രി അനുരാഗ് സിംഗ് ഠാക്കൂർ. 2023-ൽ ചരക്കു സേവന മേഖലയിൽ ഇന്ത്യ-US ഉഭയകക്ഷി വ്യാപാരത്തിൽ വൻ മുന്നേറ്റം ഉണ്ടായതായി 14ാമത് ഇന്ത്യ-US ട്രേഡ് പോളിസി ഫോറം.
കേന്ദ്ര സർക്കാരിന്റെ ക്ഷേമ പദ്ധതികൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്ന വികസിത് ഭാരത് സങ്കല്പ യാത്ര സംസ്ഥാനത്ത് പര്യടനം തുടരുന്നു. ഏഷ്യൻ കപ്പ് ഫുട്ബോളിൽ ഇന്ന് ഇന്ത്യ ഓസ്ട്രേലിയയെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:30-ന്.